വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. സിലബസിൽ 6ാമത്തെ വീഡിയോ ആണ്. ഇനി നോക്കാൻ പോകുന്നത് ഓൺലി ആൻഡ് ഓൺലി ഫ്യൂ കൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഓൺലി ആൻഡ് ഓൺലി ഫ്യൂ കൺസെപ്റ്റ്? ഇതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരിക, ഓൺലി ഫ്യൂ ആർ ബി എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കുക? ഓൺലി ഫ്യൂ ആർ ബി, എ ആർ ബി എന്നുള്ളതാണ്. എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പോൾ എയിൽ കുറച്ച് മാത്രമേ എന്താണ് ബി ആകുന്നുള്ളൂ എന്ന്. ഞാൻ സമ്മ് എ ആർ ബി എന്നുള്ള രീതിയിൽ തന്നെ വരച്ച് എന്നിട്ട് അവിടെ ഒരു വര ഇട്ട്, അപ്പോൾ ഈ ഭാഗം എന്താണ് ഇതിൽ പെടുകയില്ലാന്ന്. എങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഈ ഭാഗം ഇതിൽ പെടുകയില്ല. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഒരു കൺക്ലൂഷൻ എങ്ങനെ തരിക? ഓൾ എ ആർ ബി എന്നുള്ളത് എന്താണ് ഒരു കൺക്ലൂഷനായിട്ട് തരിക. അങ്ങനെ അതെന്തായിരിക്കും? ആ കൺക്ലൂഷൻ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാരണം എന്താണ്, എയിലത്തെ കുറച്ച് എന്താണ് ബിയിൽ വരില്ല. ഈ സം നോട്ട് കൺസെപ്റ്റും ഇതായിട്ട് കുറച്ച് സാമ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അടുത്തതായി എന്താ പറയാനുള്ളത്? ഓൺലി എ ആർ ബി, എ മാത്രം എന്താണ് ബി ആവുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് എ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ബി എവിടേക്കും വരിക? ബി ഇതിൻ്റെ ഉള്ളിലേക്കല്ലേ വരിക. ഓൺലി എ ആർ ബി. അത് മാത്രമല്ല വേറെ എന്ത് കൂടി ഉണ്ടാവും? എൻ്റെ ഇവിടെ ഒരു വരയും കൂടി ഇടുക. കാരണം എന്താണ്, ഈ ഓൺലി എ ആർ ബി എന്നാ. ഇപ്പം ഞാനിപ്പോൾ സം ബി ആർ സി എന്നുള്ളൊരു എന്താണ് കൺക്ലൂഷനായിട്ട് പറഞ്ഞു വിചാരിക്കുക. ആ കൺക്ലൂഷൻ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അതെന്താ? ഓൺലി എ മാത്രമേ എന്താണ് ബി ആവുന്നുള്ളൂ, എ മാത്രമേ ബി ആവുന്നുള്ളൂ. വേറെ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ബി ആയിട്ട് ഒരു ഓവർലാപ്പിങ്ങും പറ്റൂല. അതാണ് ഓൺലി എ ആർ ബി എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ അതെന്താണ് ഓൺലി ഫ്യൂ എ ആർ ബി എന്നുള്ളതാണ്. ഇത് എന്താണ് ഇവിടെ കുറച്ച് ഭാഗം എന്താണ് എൻ്റെ കുറച്ച് ഭാഗം എന്താണ് ബി ആവൂല. പക്ഷെ അത് മാത്രമല്ല എന്താ കുറച്ച് എ ബിയും ആവും. സമ്മും ഉണ്ട് സം നോട്ടും ഉണ്ട് എന്ന്. സമ്മ് എ ആർ ബി ആണ്. സമ്മ് എയിലത്തെ ബി എന്താണ് കുറച്ച് എ എന്നുള്ളത് കുറച്ച് ബി ആണ്. അപ്പോൾ സം നോട്ട് സമ്മ്. പിന്നെന്താണ് എയിലെ കുറച്ച് ഭാഗം ബി അല്ല, അപ്പോൾ സം നോട്ട്. അപ്പോൾ എന്താണ് ഓൺലി ഫ്യൂ എ ആർ ബി എന്നുള്ളത് എന്താണ് സമ്മിൻ്റെയും സം നോട്ടിൻ്റെയും കൂടി എന്താണ് ഒരു അഡിഷൻ എന്ന് പറയാം. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ക്ലിയർ ആവും. ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൺലി സി ആർ ടി എന്നാ. അപ്പോൾ എങ്ങനെയൊക്കെ പറയാം? ഇവിടെ സി വരച്ചിട്ടുണ്ടെങ്കിൽ ടി ഇവിടെ വരയ്ക്കണം. അപ്പോൾ ഓൺലി സി ആർ ടി എന്നിട്ട് എന്ത് വരയ്ക്കണം? ഇവിടെ ഒരു വരയിടുക. വേറെ ഒന്നും ടി ആയിട്ട് ഓവർലാപ്പിങ് പറ്റൂല. അടുത്തത് എന്താണ്? അടുത്തത് സം ബി ആർ സി എന്നാ. കുറച്ച് സി എന്നുള്ളത് ബി. സമ്മ് ബി ആർ സി എന്നുള്ളതും സമ്മ് സി ആർ ബി എന്നുള്ളതും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സമ്മ് ബി ആർ സി എന്നുള്ളത് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അടുത്ത കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സമ്മ് ബി ക്യാൻ ബി ടി. ക്യാൻ ബി എന്നാണ് ഉള്ളത്. ഇവിടെയും ക്യാൻ ബി ആണ്, ഇവിടെയും ക്യാൻ ബി. ക്യാൻ ബി എന്താണ്? പോസിബിലിറ്റി കേസാണ്. ഏതൊക്കെയാണ് പോസിബിലിറ്റി കേസസ് എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ പോയി കാണുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി അറ്റൻഡ് ചെയ്യാൻ വരിക. അപ്പം സമ്മ് ബി ക്യാൻ ബി ടി എന്നാണ് പറയുന്നത്. സമ്മ് ബി ക്യാൻ ബി ടി. ഈ ബിയും ടിയും എന്താണ് കുറച്ച് കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ബിയും ടിയും കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ കാരണം? സി മാത്രമേ ടി ആവുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്ത് വന്നു കഴിഞ്ഞാലും ടി ആയിട്ട് ഓവർലാപ്പിങ് പറ്റൂല. അപ്പോൾ എന്താണ് സമ്മ് ബി ക്യാൻ ബി ടി എന്നുള്ളത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും വരിക. റെഡി? ഇനി അടുത്തത് ഓൾ സി ക്യാൻ ബി ബി. ഓൾ സി ക്യാൻ ബി ബി എന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? അവിടെ ഞാനിപ്പോൾ സീൻ അങ്ങനെ വരച്ച്, ഇതാണ് ഓൾ സി ക്യാൻ ബി ബി എന്നുള്ളത്. അത് വരയ്ക്കാൻ പറ്റുമോ? കാരണം എന്താ വരയ്ക്കാൻ പറ്റൂല. കാരണം എന്താ ഈ ടി എന്നുള്ളത് എന്തായാലും ബിയിൽ വരൂല. ഓൾ സി ആർ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇല്ലത്തെ ഓൾ ടിയും ബി ആവൂലേ? അപ്പോൾ എന്തായിരിക്കും? ഇത് നടക്കൂല, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോവും. റെഡി? ഇതെന്താ? അപ്പോൾ എന്തായിരിക്കും? ഓൾ സി ക്യാൻ ബി ബി എന്നുള്ള എന്തായിരിക്കും? അതും ഫാൾസ് ആയിരിക്കും. ആൻസർ എന്താ വരിക? നൺ ഫോളോസ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓൺലി ഫ്യൂ എ ആർ ബി. അപ്പോൾ എങ്ങനെ വരയ്ക്കുക? എ ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ചെറിയൊരു വര ഇടുക. അത്രയേ ഉള്ളൂ. അടുത്ത് സം ബി ആർ സി. അപ്പോൾ എന്താണ് ആദ്യത്തെ കൺക്ലൂഷൻ? 4 കൺക്ലൂഷൻ ഉണ്ട്. 4 സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യുക. അതിനു മുന്നേ എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ഉണ്ടോ എന്ന് നോക്കുക. ഇതിലെന്താണ് ഇവിടെ പോസിബിലിറ്റി ആണല്ലേ. പോസിബിലിറ്റി വരുമ്പോൾ കോംപ്ലിമെൻ്ററി പെയർ ഉണ്ടാകുകയില്ല. അപ്പം അടുത്ത എന്താണ് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്ത് നോക്കുക. ഓൾ എ ബിയും ബി ഈസ് എ പോസിബിലിറ്റി എന്നാ. എല്ലാ എയും ബി ഈസ് എ പോസിബിലിറ്റി എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ എയും ബി ആക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് എന്തായിരിക്കും? ഇത് തെറ്റിപ്പോവില്ലേ? ഓൺലി ഫ്യൂ എ ആർ ബി എന്നുള്ളത് തെറ്റിപ്പോവില്ലേ? കാരണം എന്താ ഇവിടെ ചെറിയൊരു പോർഷനെങ്കിലും എന്താണ് ബി ആവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾ എ ആർ ബി ഈസ് എ പോസിബിലിറ്റി എന്ന് എന്തായിരിക്കും? എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഫാൾസ് ആയിരിക്കും വരിക.
ഇനി നോ എ ബിയും ബി ഈസ് എ പോസിബിലിറ്റി. എയും ബിയും കണക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ് എയും ബിയും എന്താണ്? കുറച്ചെങ്കിലും എ എന്താണ്? ബി ആണ്. കുറച്ചെങ്കിലും എ ബി ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഇതിപ്പോൾ ശരിയാകുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഫാൾസ് ആയി പോകില്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇതെപ്പോഴും ഫാൾസ് ആയിരിക്കും. എയും ബിയും ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ കണക്ഷൻ എന്താവും? ഒഴിവാവില്ല. അപ്പം ഇത് ഫാൾസ് ആയിരിക്കും. അടുത്ത ഓൾ ബി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ ഓൾ എ ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി എന്നുള്ളത് ഫാൾസ് ആണ്. അതുകൊണ്ട് ഓൾ ബി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി എന്നുള്ളതും ഫാൾസ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റും. അതെന്താണ് വരുന്നത്? ഞാനിപ്പോൾ എയിനെയും ബീനെ മാത്രം മാറ്റി ഇവിടെ എഴുതുക. ഇതെങ്ങനെയല്ലേ എയിൻ്റെ ബീൻ്റെ എന്താണ് ഓൺലി എ ആർ ബി എന്നുള്ളത്? ഞാനിപ്പോൾ അതിപ്പോൾ മാറ്റി എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താ തന്നിട്ടുള്ളത്? ഓൾ ബി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി. ഞാനെന്താ ബീനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരച്ച്. അപ്പോൾ എന്തായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച് എന്തായിരിക്കും? ഓൺലി ഫ്യൂ എ ആർ ബി. എൻ്റേതായി പുറത്തുള്ള സാധനങ്ങളൊക്കെ അല്ലേ? ഈ പുറത്തുള്ള സാധനങ്ങൾ എന്തായാലും ബിയിൽ വരുന്നില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും? പോസിബിലിറ്റി എന്ന് പറഞ്ഞതിനെ കൊണ്ട് അത് ട്രൂ ആയിരിക്കും. ഇനിയിപ്പോൾ അത് പോസിബിലിറ്റി പറഞ്ഞില്ല, ഓൾ ബി ഈസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാരണം എന്താ? ഈ ആദ്യത്തെ ഇത് ബേസിക് ഡയഗ്രത്തിൽ എന്താണ്? എല്ലാ ബി എന്താണ്? എ അല്ലല്ലോ. ബേസിക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ എന്താണ്? ട്രൂ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ബേസിക് ഡയഗ്രത്തിൽ ഇത് ഫാൾസ് ആയിരിക്കും. പോസിബിലിറ്റി എന്നുള്ള തന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ ഫാൾസ് ആയിരിക്കും. ഇപ്പോൾ എന്താണ്? പോസിബിലിറ്റി തന്നിട്ടുണ്ട്. ഓൾ ബി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി. ചിത്രം മാറ്റി വരയ്ക്കാന്ന് പോസിബിലിറ്റി വരുമ്പോൾ ചിത്രം മാറ്റി വരയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും വരിക. പോസിബിലിറ്റി എന്ന് പറഞ്ഞതിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ട്രൂ വരും. അടുത്തത് സം എ ആർ നോട്ട് ബി. സം എ ആർ നോട്ട് ബി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓൺലി ഫ്യൂ എന്ന് പറയുന്നത് സമ്മിൻ്റെയും സം നോട്ടിൻ്റെയും എന്താണ്? ഒരു അഡിഷൻ ആണെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ സം എ ആർ നോട്ട് ബി എന്നാ എയിലത്തെ ഒരു ഈ പോർഷൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞല്ലോ. ഏത്? ഓൺലി ഫ്യൂവിൻ്റെ കോൺസെപ്റ്റിൽ. അപ്പോൾ ഈ പോർഷൻ എന്താണ്? ബിയിൽ വരില്ല. എങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പോർഷൻ ബിയിൽ വരില്ല. എന്തായിരിക്കും? സം എ ആർ നോട്ട് ബി എന്നുള്ളത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓൺലി സി ആൻഡ് ഡി ട്രൂ എന്നല്ലേ? ബോത്ത് 3 and 4 ഫോളോ. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നോ ഫിംഗേഴ്സ് ആർ ലെഗ്സ്. എങ്ങനെ വരയ്ക്കുക? ഫിംഗർ ഇവിടെ ഉണ്ട്, ഒരു വര ഇട്ടിട്ട് ലെഗ്സ്. അടുത്ത് സം ലെഗ്സ് ആർ ഹാൻഡ്സ്. ഹാൻഡ്സ് ഇതാ ഇവിടെ ഹെയർസ് ഉണ്ട്, അതുകൊണ്ട് HN ഇത് ഹാൻഡ്സിന്. അടുത്തത് ഓൺലി ഫ്യൂ ഹാൻഡ്സ് ആർ ഹെയർസ്. ഓൺലി ഫ്യൂ ഹാൻഡ്സ് ആർ ഹെയർസ് എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെയല്ലേ വരയ്ക്കുക? അതാ ഈ പോർഷൻ ഇതിൽ വരികയല്ല, അത്രയേ ഉള്ളൂ. അടുത്ത സം എന്താണ്? കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സം ലെഗ്സ് ആർ നോട്ട് ഹെയർസും സം ഹാൻഡ്സ് ആർ നോട്ട് ഹെയർസ് ഈസ് എ പോസിബിലിറ്റിയും. അപ്പോൾ എന്താണ്? കോംപ്ലിമെൻ്ററി പാരലൽ എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യുക. സം ലെഗ്സ് ആർ നോട്ട് ഹെയർസ്. ലെഗ്സ് ഇവിടെ ഉണ്ട്, ഹെയർ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്? ബേസിക് ഡയഗ്രത്തിൽ എന്താണ്? അതെന്താണ്? ട്രൂ ആണ്. നോക്കുകയാണെങ്കിൽ ഇതാ ലെഗ്സ് ഹെയർസ് എല്ലാം എന്ന് ബേസിക് ഡയഗ്രത്തിൽ ട്രൂ ആണ്. അപ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ എന്താക്കണം? അത് ട്രൂ ആണെങ്കിൽ ഫാൾസ് ആക്കാൻ നോക്കണം, ഫാൾസ് ആണെങ്കിൽ ട്രൂ ആക്കാൻ നോക്കണം. അപ്പോൾ ഇത് ബേസിക് ഡയഗ്രാണ്. ഒരു പോസിബിലിറ്റി ഡയഗ്രാം വരയ്ക്കുകയാണ്. ലെഗ്സ് ഉണ്ട്, ഇവിടെ ഹാൻഡ്സ് ഉണ്ട്, ഇവിടെ സം ലെഗ്സ് ആർ നോട്ട് ഹെയർസ് എന്നുള്ള ട്രൂ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താക്കണം? അതിൻ്റെ ഓപ്പോസിറ്റ് ഫാൾസ് ആക്കാൻ നോക്കണം. അപ്പോൾ സം ലെഗ്സ് ആർ നോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ട്രൂ ആക്കാൻ നോക്കണം. അപ്പോൾ സം ലെഗ്സ് ആർ നോട്ട് ഹെയർസിൻ്റെ പിന്നെ ഓപ്പോസിറ്റ് എന്താണ്? ഓൾ ലെഗ്സ് ആർ ഹെയർസ് എന്നല്ലേ? അപ്പോൾ ഓൾ ലെഗ്സ് ആർ ഹെയർസ് എങ്ങനെ വരയ്ക്കുക? ലെഗ് ഇവിടെ ഉണ്ട്, ഹെയർ HR ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓൺലി ഫ്യൂ ഹാൻഡ്സ് ആർ ഹെയർസ്. ഇവിടെ ഒരു വര ഇട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്തായി? ഇതെന്തായി? ട്രൂ ആയി. ഇതിലെന്തായി? എല്ലാ ലെഗ്സും ഹെയർസ് ആയി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താവും? ഫാൾസ് ആവും. നോക്ക്, ഇത് ബേസിക് ഡയഗ്രത്തിൽ ഇവിടെ ട്രൂ ആയിട്ടുണ്ട്. സം ലെഗ്സ് ആർ നോട്ട് ഹെയർസ് എന്നുള്ള ട്രൂ ആയിട്ടുണ്ട്. ഞാനൊരു പോസിബിലിറ്റി ഡയഗ്രാം വരച്ചപ്പോൾ എന്തായി? സം ലെഗ്സ് ആർ നോട്ട് ഹെയർസ് എന്നുള്ള ഫാൾസ് ആയി. കാരണം ഓൾ ലെഗ്സ് ആർ ഹെയർസ് എന്നായി. അപ്പോൾ ഇതെന്തായി? ഇവിടെ ട്രൂ ആയി, ഇവിടെ ഫാൾസ് ആയി. അപ്പോൾ മൊത്തത്തിൽ എന്തായിരിക്കും വരിക? ഇത് ഫാൾസ് എന്നല്ലേ വരിക? റെഡി? ഒന്ന് ട്രൂവും ഒന്ന് ഫാൾസും ആണെങ്കിൽ മൊത്തത്തിൽ ഫാൾസ് ആവും. ശരിയാവണമെങ്കിൽ എല്ലായ്പ്പോഴും ട്രൂ ആവണമെങ്കിൽ എന്താണ്? 2 കേസ് വരച്ച് കഴിഞ്ഞാലും ട്രൂ ആവണം. അപ്പം ഇനി അടുത്ത കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സം ഹാൻഡ്സ് ആർ നോട്ട് ഹെയർസ് ഈസ് എ പോസിബിലിറ്റി. ഈ പോസിബിലിറ്റി എന്നുള്ള അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ സം ഹാൻഡ്സ് ആർ നോട്ട് ഹെയർസ്.
ഹാൻഡ്സ് വേണ്ടിട്ട് ഹെയർസ് ഉണ്ട്. എന്താണ് ട്രൂ അല്ലേ? സം ഹാൻഡ്സ് ആർ നോട്ട് ഹെയർസ്. ഇതാ ഈ പോർഷൻ എന്താണ് ഹെയർസ് ആവൂല. അപ്പോൾ പോസിബിലിറ്റി എന്നുള്ളത് ഒഴിക ബാക്കി നോക്കുകയാണെങ്കിൽ എന്താണ് ഇത് ട്രൂ ആണ്. അപ്പോൾ ഓൾറെഡി ട്രൂ ആയി കിടക്കുന്ന സാധനം പിന്നെയും പോസിബിലിറ്റി എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ ഞാൻ ഇതാ നോക്കുകയാണേ, ഒരു ട്രൂ ആയ ഒരു കാര്യം അത് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും അത് ഫാൾസ് ആയിരിക്കും ആൻസർ വരിക. ഒരു ട്രൂ ആയി എന്നുള്ള സാധനം എന്താണ് അത് ഫാൾസ് ആണ്. പോസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിനെന്തായിരിക്കും ഫാൾസ് ആയിരിക്കും ആൻസർ വരിക. ഓൾറെഡി ട്രൂ ആയി കിടക്കുന്ന ഒരു സാധനം ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഫാൾസ് ആയിരിക്കും വരിക. ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ പോസിബിലിറ്റീൻ്റെ കേസസ് 3ാമത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക, അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ഒരു പോസിബിലിറ്റി കേസ് പറയുന്ന സമയത്ത് ഓൾറെഡി ട്രൂ ആയി കിടക്കുന്ന സാധനം ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫാൾസ് ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓൺലി വൺ ഫോളോസ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫ്യൂ ബോട്ടിൽസ് ആർ മഗ്സ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താടോ? സം എന്നല്ലേ? ഫ്യൂ എന്ന് പറഞ്ഞാൽ സം തന്നെയാണ്. അപ്പോൾ സം ബോട്ടിൽസ് ആർ മഗ്സ്, അതാണ് ഇപ്പോൾ വരച്ചത്. ബോട്ടിൽ മഗ്. അടുത്ത് ഓൾ മഗ്സ് ആർ ജഗ്സ്. ജഗ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. അടുത്ത മോസ്റ്റ്ലി ജഗ്സ് ആർ ബക്കറ്റ്സ്. ഇപ്പോൾ മോസ്റ്റ്ലി എന്ന് കണ്ടതിനെ കൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ മോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സം, അത്രയേ ഉള്ളൂ. ഈ മോസ്റ്റ്ലി വന്നു കഴിഞ്ഞാലും ഫ്യൂ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് സം എന്നായിട്ട് എടുത്താൽ മതി. പക്ഷേ മോസ്റ്റ്ലി ഒക്കെ റയർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ വരാറുള്ളൂ. അപ്പോൾ സം ജഗ്സ് ആർ ബക്കറ്റ്സ്. ഇവിടെ 2 ബി ഉണ്ട്, അതുകൊണ്ട് നേരത്തെ ബി ഒയും ഇവിടെ ബി യു ആയിട്ട് എടുക്കുക. അടുത്ത കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഓൺലി മഗ്സ് ആർ ബക്കറ്റ്സ്. മഗ്സ് ഇവിടെയാണ് ബക്കറ്റ്സ്. അപ്പോൾ ഓൺലി മഗ്സ് ആർ ബക്കറ്റ്സ്. അപ്പോൾ മഗ്സ് മാത്രമാണ് ബക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണോ? ജെയും ബിയും ആയിട്ട് ബക്കറ്റുമായിട്ട് എന്താണ് ഓൾറെഡി ഒരു കണക്ഷൻ ഇല്ലേ? അപ്പോൾ എന്തായിരിക്കും ഓൺലി മഗ്സ് ആർ ബക്കറ്റ്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ് സം ജഗ്സും ബക്കറ്റ്സും എന്താണ് അത് ട്രൂ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. ഇനി ഓൺലി ഫ്യൂ ബോട്ടിൽസ് ആർ ജഗ്സ്. ഓൺലി ഫ്യൂ ബോട്ടിൽസ് ആർ ജഗ്സ് അങ്ങനെ പറയാൻ പറ്റുമോ? ഇതപ്പോൾ ബേസിക് ഡയഗ്രത്തിൽ എന്താണ് ട്രൂ ആണ്. കാരണം എന്താ ഈ പാട്ട് എന്താണ് ജഗ്സ് അല്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, മാറ്റി വരയ്ക്കാം. അപ്പോൾ ഇവിടെ എന്തായി ഓൺലി ഫ്യൂ ബോട്ടിൽസ് ആർ ജഗ്സ് എന്നുള്ള എന്തായി ഫാൾസ് ആയി. കാരണം എന്താ എല്ലാ ബോട്ടിലും ജഗ്ഗായില്ലേ? ഓൺലി ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സം നോട്ട് ഉണ്ടാവണം. ഈ കുറച്ച് ബോട്ടിലെ കുറച്ച് പാർട്സ് എന്താവണം ജഗ്സ് ആവരുത് എന്നാണ് പറയുന്നത്. അപ്പം ചിത്രം മാറ്റി വരച്ചപ്പോൾ എന്തായി ഇവിടെ ഫാൾസ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഒരു കൺക്ലൂഷൻ എപ്പോഴും ട്രൂ ആണെങ്കിൽ എന്താണ് എങ്ങനെ വരച്ചു കഴിഞ്ഞാലും അത് ട്രൂ ആണെന്ന്. ഇവിടെ ട്രൂവും ഇവിടെ ഫാൾസും ആണ്. അപ്പോൾ ഇവിടെ എന്തായി ഫാൾസ് ആയി. നേരത്തെ അതും ഫാൾസ്. അപ്പോൾ ആൻസർ എന്താ വരിക? നൺ ഫോളോസ് എന്നല്ലേ വരിക. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓൺലി റിവേഴ്സ് ആർ സീസ്. എങ്ങനെ വരയ്ക്കുക? റിവർ ഇവിടെ, സി ഇവിടെ. ഓൺലി റിവർ മാത്രമേ സി ആവുന്നുള്ളൂ. വേറെ ഏത് വരച്ച് കഴിഞ്ഞാലും സി ആയിട്ട് ക്രോസ് ആവില്ല. അപ്പം അടുത്തത് ഫ്യൂ ലേക്സ് ആർ റിവേഴ്സ്. ലേക്കിന് എവിടെ വെക്കുക? അടുത്ത ഫ്യൂ ഓഷ്യൻസ് ആർ ലേക്സ്. ഫ്യൂ എന്നുള്ളത് സമ്മാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഫ്യൂ ഓഷ്യൻസ് ആർ ലേക്സ് എന്നുള്ള വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കൺക്ലൂഷൻ സം റിവേഴ്സ് ആർ നോട്ട് ലേക്സ് ഈസ് എ പോസിബിലിറ്റി എന്നാണ്. അപ്പോൾ പോസിബിലിറ്റി എന്നുള്ള അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള നോക്കുക. അപ്പോൾ സം റിവേഴ്സ് ആർ നോട്ട് ലേക്സ്. സം റിവേഴ്സ് ആർ നോട്ട് ലേക്സ് എന്താണ് അത് ഓൾറെഡി ട്രൂ ആയിട്ട് കിടക്കുന്നതല്ലേ? കാരണം എന്താ എസ് ആയിട്ട് ഒരിക്കലും കൺക്ലൂഷൻ എന്താണ് ഒരിക്കലും ഇൻ്റർസെക്ഷൻ വരികയല്ല എല്. അപ്പോൾ എന്താ ഓൾറെഡി ട്രൂ ആയിട്ട് കിടക്കുന്ന സാധനം ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഫാൾസ് ആണ്. ട്രൂ ആയി കിടക്കുന്ന സാധനം പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫാൾസ് ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഓൺലി ഫ്യൂ റിവേഴ്സ് ആർ ലേക്സ്. ഓൺലി ഫ്യൂ റിവേഴ്സ് ആർ ലേക്സ് കറക്റ്റ് അല്ലേ? കാരണം എന്താ എസ് എന്താണ് റിവേഴ്സ് ആയിട്ട് വരില്ല. അപ്പോൾ ഓൺലി ഫ്യൂവിൻ്റെ കൺസെപ്റ്റ് എന്താ? ഇവിടെ ഒരു വര വരയ്ക്കുന്നുണ്ട് എന്നല്ലേ ഉള്ളൂ. അവിടെ ഒരു വര വരച്ചു തൽക്കാലം. അപ്പോൾ എന്തായി ഓൺലി ഫ്യൂ റിവേഴ്സ് ആർ ലേക്സ് എന്നുള്ളത് ട്രൂ ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓൺലി ടു ഫോളോസ്. റെഡി? ഓൺലി ഫ്യൂയിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയോട് കൂടി നമ്മളെന്താണ് സിലബസിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണ് ബാക്കിയുള്ള 5 വീഡിയോയും പ്ലസ് ഈ വീഡിയോ എന്താണ് നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക.